ക്യാപ്റ്റൻ ഗില്ലിൻ്റെയും ഓപ്പണർ KL രാഹുലിൻ്റെയും തകർപ്പൻ സെഞ്ചുറികളുടെ മികവിൽ അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടെസ്റ്റിൽ ഇന്ത്യക്ക് വമ്പൻ സ്കോർ. 85 ഓവർ നടന്ന ആദ്യ ദിന കളി അവസാനിക്കുമ്പോൾ 368-ന് 3 എന്ന കൂറ്റൻ സ്കോറാണ് ഇന്ത്യ നേടിയെടുത്തത്. 81 റൺസ് നേടിയ സായ് സുദർശൻ്റെയും 50 റൺസുമായി പുറത്താകാതെ നിൽക്കുന്ന ഋഷഭ് പന്തിൻ്റെയും അർദ്ധ സെഞ്ചുറികളും ഇന്ത്യൻ സ്കോറിന് കരുത്തായി. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഏക ടെസ്റ്റ് മത്സരത്തിൽ ഇന്ന് ടോസ് വിജയിച്ച് ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. 23-കാരനായ സ്പിന്നർ മാനവ് സുതാർ ടെസ്റ്റിൽ അരങ്ങേറ്റം നടത്തിയപ്പോൾ വാഷിംഗ്ടൺ സുന്ദറും കുൽദീപ് യാദവും ഉൾപ്പെടെ 3 സ്പിന്നർമാരാണ് ഇന്ത്യ മത്സരത്തിൽ ആദ്യ 11-ൽ ഇറക്കിയത്. 2010-ന് ശേഷം ആദ്യമായാണ് ഇന്ത്യ ഹോം ടെസ്റ്റിൽ അശ്വിനെയോ ജഡേജയോ ഇല്ലാതെ മത്സരത്തിനിറങ്ങുന്നത്. മത്സരത്തിൻ്റെ 11-ാം ഓവറിൽ രാഹുലിൻ്റെ ബാറ്റിൽ നിന്നുള്ള എഡ്ജ് ക്യാച്ച് റിവ്യൂ ചെയ്യാതിരുന്നതിനാൽ അഫ്ഗാനിസ്ഥാന് വലിയ നഷ്ടമാണ് സംഭവിച്ചത്. എന്നാൽ അടുത്ത ഓവറിൽ 24 റൺസ് എടുത്ത ജയ്സ്വാളിനെ സലീം സഫി മടക്കി. തുടർന്ന് ഒത്തുചേർന്ന രാഹുൽ സായ് സുദർശൻ സഖ്യം കൂടുതൽ വേഗതയിൽ ബാറ്റ് വീശിയതോടെ ഇന്ത്യൻ സ്കോറിങ്ങിന് ജീവൻ വെച്ചു. ലഞ്ചിന് പിരിയുമ്പോൾ 96-1 എന്ന നിലയിലായിരുന്നു ഇന്ത്യ. ലഞ്ചിന് ശേഷവും നന്നായി ബാറ്റ് വീശിയ ഇരുവരും അർദ്ധ സെഞ്ചുറികളും കടന്ന് മുന്നേറി. എന്നാൽ സെഞ്ചുറിയിലേക്ക് കുതിച്ച സായ് സുദർശൻ സലീം സഫിക്ക് മുമ്പിൽ തന്നെ കീഴടങ്ങി. 104 പന്തിൽ 13 ഫോർ ഉൾപ്പെടെ 81 റൺസായിരുന്നു സായി നേടിയത്. പിന്നീടെത്തിയ ക്യാപ്റ്റൻ ഗില്ലും മികച്ച ബാറ്റിംഗ് പുറത്തെടുത്തതോടെ 48-ാം ഓവറിൽ ഇന്ത്യ 200 കടന്നു. ഇന്ത്യൻ ഇന്നിംഗ്സിൻ്റെ 61-ാം ഓവറിൽ രാഹുൽ തൻ്റെ 12-ാം ടെസ്റ്റ് സെഞ്ചുറി പൂർത്തിയാക്കി. എന്നാൽ തൊട്ടടുത്ത പന്തിൽ രാഹുലിൻ്റെ വിക്കറ്റും അഫ്ഗാൻ വീഴ്ത്തി. 165 പന്തിൽ 11 ഫോർ ഉൾപ്പെടെ 100 റൺസായിരുന്നു രാഹുലിൻ്റെ സംഭാവന. പിന്നീട് പന്ത് ഗിൽ സഖ്യം അതിവേഗം സ്കോർ ചെയ്ത് സ്കോർ 300-ഉം കടത്തി. ഇന്ത്യൻ ഇന്നിംഗ്സിൻ്റെ 83-ാം ഓവറിൽ 138 പന്തിൽ നിന്നും ക്യാപ്റ്റൻ ഗിൽ സെഞ്ചുറി നേട്ടം കൈവരിച്ചു. പിന്നാലെ ഋഷഭ് പന്തും അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. 2-ാം ദിവസം മികച്ച സ്കോർ നേടി ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്ത് മത്സരത്തിൽ ആധിപത്യം നേടാനായിരിക്കും ഇന്ത്യ ശ്രമിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.